ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ 2026 ഒഴിവുകൾ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് അവിടെ വരാം. അതായത് 2026 ഒഴിവുകൾ ഉടൻ റിപ്പോർട്ട് ചെയ്യണം. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് റദ്ദാക്കാനാവില്ല. അതായത് പ്രതീക്ഷിത ഒഴിവുകൾ ഉടൻ തന്നെ കണക്കാക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വിവിധ തസ്തികകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ ഡിസംബർ 26-നകം PSC റിപ്പോർട്ട് ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, അതായത് നവംബർ 9 പുറത്തിറങ്ങിയ സർക്കുലറിലാണ് PSC വഴി മുഖേന നികത്തപ്പെടേണ്ട ഒഴിവുകൾ ഡിസംബർ 26-നകം റിപ്പോർട്ട് ചെയ്യണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒഴിവുകൾ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ ഒഴിവുകളില്ല എന്ന് അറിയിക്കണം. PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾ ഡിസംബർ 30-നകം സെക്രട്ടേറിയറ്റിലെ ബന്ധപ്പെട്ട ഭരണ വകുപ്പിനും ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിനും റിപ്പോർട്ട് ചെയ്യണമെന്നും വീഴ്ച വരുത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതായത് പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളപ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ PSC മുഖേന നികത്തപ്പെടേണ്ട എല്ലാ ഒഴിവുകളും ബന്ധപ്പെട്ട റാങ്ക് ലിസ്റ്റ് തന്നെ നികത്തണം. നിയമന ഉത്തരവ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ജോലിയിൽ പ്രവേശിക്കാത്തത് മൂലമുള്ള NJD ഒഴിവുകളെല്ലാം നിശ്ചിത പ്രവേശന സമയം കഴിഞ്ഞ ഉടൻ തന്നെ PSCക്ക് അത് റിപ്പോർട്ട് ചെയ്യണം. NJD ഒഴിവ് റിപ്പോർട്ട് ചെയ്യും മുൻപ് പ്രവേശന സമയം ദീർഘിപ്പിക്കാനുള്ള അപേക്ഷകളൊന്നും വകുപ്പിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പരിഗണനയില്ലെന്ന് നിയമനാധികാരി ഉറപ്പുവരുത്തണം. അതേപോലെ ജില്ലാതല റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന തസ്തികയിൽ നിന്നും സ്ഥാനക്കയറ്റം ലഭിച്ച ഉദ്യോഗസ്ഥർ വിരമിക്കുമ്പോൾ ഏത് ജില്ലയിലാണ് എൻട്രിക്കട തസ്തികയിൽ ഒഴിവുണ്ടാവുക എന്നത് സീനിയോറിറ്റി ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കി വകുപ്പ് തലവൻ ജില്ലാ ഓഫീസറെ അറിയിക്കണം. ജില്ലാ ഓഫീസർ അത് PSCയെ അറിയിക്കണം. പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കുമ്പോൾ സ്പെഷ്യൽ റൂൾസ് പ്രകാരം അനുവദനീയമായ തസ്തിക മാറ്റ നിയമനം, അന്തർജില്ലാ അന്തർവകുപ്പ് സ്ഥലം മാറ്റം തുടങ്ങിയവയ്ക്കായി ഒഴിവുകൾ കണക്കാക്കി നീക്കിവെക്കണം. 6 മാസമോ അതിലധികമോ ദൈർഘ്യമുള്ള അവധി ഒഴിവുകൾ, അതേപോലെ അന്യത്ര സേവന ഒഴിവുകൾ എന്നിവ പ്രതീക്ഷിത ഒഴിവുകളാക്കി കണക്കാക്കി PSCക്ക് റിപ്പോർട്ട് ചെയ്യണം. 3 മുതൽ 6 മാസത്തെ അവധി ഒഴിവ് ദീർഘകാലം നിലനിൽക്കാനും പുതിയ ഒഴിവ് അക്കാലയളവിൽ ഉണ്ടാകാനും സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യണം. പ്രത്യേക റാങ്ക് ലിസ്റ്റുകളിൽ നിന്ന് നിയമനം നടത്തുന്നതും കേഡർ സ്ട്രെങ്ത് വളരെ കുറവുള്ളതുമായ തസ്തികയിൽ 6 മാസമോ അതിലധികം ദൈർഘ്യമുള്ള അവധി ഒഴിവുകൾ, അന്യത്ര സേവന ഒഴിവുകൾ എന്നിവയ്ക്ക് അനുമതിയായ പുതിയ ഒഴിവുകൾ അക്കാലയളവിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രം ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മതി. പിന്നെ പ്രസവാവധി, അതേപോലെ വിവിധ വകുപ്പുകൾ, ഡ്രൈവർ അതേപോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനം, ദിവസക്കൂലി അല്ലെങ്കിൽ കരാർ നിയമനം തുടങ്ങിയ താൽക്കാലിക നിയമന രീതികളൊന്നും PSC റാങ്ക് ലിസ്റ്റിലുള്ള ഒരു തസ്തികയിലും അവലംബിക്കുവാൻ പാടില്ല. അതേപോലെ PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് റദ്ദാക്കാനോ കുറവ് വരുത്താനോ കഴിയില്ല. ഒഴിവിൽ നിലവിൽ വരുന്ന തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തണം. അതുപോലെ PSCക്ക് റിപ്പോർട്ട് ചെയ്ത ഒഴിവ് ഉദ്യോഗ കയറ്റം അല്ലെങ്കിൽ സ്ഥലം മാറ്റം എന്നിവയിലൂടെ നികത്താൻ പാടില്ല. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അപ്ഡേറ്റ്. അതായത് 2026 ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ വിവിധ തസ്തികകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രതീക്ഷിത ഒഴിവുകൾ ഡിസംബർ 26-നകം PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഉത്തരവ്. നമ്മൾ കഴിഞ്ഞ വർഷം ഇതേപോലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ നോട്ടിഫിക്കേഷൻസ് കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു, കുറേ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പോഴും വീണ്ടും ഇതേപോലെ തന്നെ ഒഴിവുകൾ മുൻകൂട്ടി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം നമ്മൾ വിചാരിക്കാത്ത കുറേ നോട്ടിഫിക്കേഷൻസ് ആണെങ്കിൽ കുറേ നേരത്തെ വരാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.